MC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. നെടുമ്പാശ്ശേരിയിൽ തർക്കത്തെ തുടർന്ന് യുവാവിനെ കാറിടിപ്പിച്ചു കൊലപ്പെടുത്തി. CISF ഉദ്യോഗസ്ഥർ അറസ്റ്റിൽ. എവിൻ ജിജോ എന്ന യുവാവാണ് മരിച്ചത്. മരിച്ച യുവാവും CISF ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കമുണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തി. ജമ്മു കാശ്മീരിൽ ഭീകരവാദികളും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ. 2 ഭീകരരെ വധിച്ചതായി റിപ്പോർട്ട്. ജമ്മു കാശ്മീരിലെ അവന്തിപോരയിലുള്ള ത്രാലിലാണ് ഏറ്റുമുട്ടൽ. ഭീകരാക്രമണമുണ്ടായ പഹൽഗാമിൽ നിന്നും 30 കിലോമീറ്റർ അകലെയാണ് ഏറ്റുമുട്ടൽ. വനമേഖലയോട് ചേർന്ന ജനവാസ മേഖലയിലാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത്. CPIM സ്ഥാനാർത്ഥിക്കായി പോസ്റ്റൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ട്. കേസെടുത്താലും പ്രശ്നമില്ല, G സുധാകരൻ. CPIM സ്ഥാനാർത്ഥിക്കായി തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുമായി മുതിർന്ന നേതാവ് G സുധാകരൻ. 36 വർഷം മുൻപ് ആലപ്പുഴയിൽ മത്സരിച്ച് KV ദേവദാസിന് വേണ്ടിയാണ് കൃത്രിമം നടത്തിയത്. ഇനി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്താലും കുഴപ്പമില്ലെന്നും G സുധാകരൻ പറഞ്ഞു. കേരള NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിലാണ് വെളിപ്പെടുത്തൽ. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു. എന്നെപ്പോലെ മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. സഞ്ജിത്ത് വധക്കേസ്. സാക്ഷിയെ സ്വാധീനിക്കുവാൻ ശ്രമിച്ച SDPI പ്രവർത്തകർ പിടിയിൽ. പാലക്കാട് RSS പ്രവർത്തകൻ സഞ്ജിത്ത് വധക്കേസിൽ സാക്ഷിയെ സ്വാധീനിക്കുവാൻ ശ്രമിച്ച SDPI പ്രവർത്തകർ പോലീസ് പിടിയിൽ. കാവൽപ്പാട് സ്വദേശി മുഹമ്മദ് ഇല്ലിയാസ്, ചടനാംകുറിച്ചി സ്വദേശി ഇസ്മായിൽ എന്നിവരാണ് പിടിയിലായത്. പാലക്കാട് നോർത്ത് പോലീസാണ് പ്രതിയെ പിടികൂടിയത്. വന്യജീവിയുടെ ആക്രമണമെന്ന സംശയം. കാളികാവിൽ ടാപ്പിംഗിനിറങ്ങിയ തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. കാളികാവ് കല്ലാമൂല സ്വദേശി ഗഫൂറാണ് മരിച്ചത്. വന്യജീവിയുടെ ആക്രമണമാണെന്നാണ് സംശയം. RRT പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പാകിസ്ഥാനിൽ ആണവ ചോർച്ചയില്ലെന്ന് രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി. സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ തള്ളി. പാകിസ്ഥാനിൽ ആണവ ചോർച്ചയില്ലെന്ന് സ്ഥിരീകരിച്ച രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി ചോർച്ചയുണ്ടെന്ന സോഷ്യൽ മീഡിയ പ്രചാരണം IAEA തള്ളി. ഇന്ത്യൻ ആക്രമണത്തിൽ ആണവ നിലയം തകർന്നെന്നായിരുന്നു പ്രചാരണം. യുക്രൈൻ യുദ്ധത്തിൽ നേരിട്ടുള്ള ചർച്ചകളിൽ നിന്നും പിന്മാറി പുടിൻ. ട്രംപും പങ്കെടുക്കില്ല. യുക്രൈൻ യുദ്ധത്തിൽ നേരിട്ടുള്ള സമാധാന ചർച്ചകളിൽ നിന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പിന്മാറി. റഷ്യയുടെ നടപടിക്ക് പിന്നാലെ സമാധാന ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപും വിശദമാക്കി. ട്രംപ് റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകൾക്കായി തുർക്കിയിലെത്തുമെന്ന് സൂചനകളുണ്ടായിരുന്നു. അതേസമയം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തുർക്കിയിലേക്ക് യാത്ര തിരിച്ചു. ബില്ലുകൾക്ക് സമയപരിധി. സുപ്രീംകോടതിയോട് 14 ചോദ്യങ്ങളുമായി രാഷ്ട്രപതി. സവിശേഷ അധികാരം ഉപയോഗിച്ചു. ബില്ലുകളിലെ തീരുമാനത്തിന് സമയപരിധി നിശ്ചയിച്ച സുപ്രീംകോടതി വിധിക്കെതിരെ നീക്കവുമായി രാഷ്ട്രപതി. പ്രസിഡൻഷ്യൽ റഫറൻസിനുള്ള സവിശേഷ അധികാരമാണ് രാഷ്ട്രപതി ഉപയോഗിച്ചത്. ഭരണഘടനയിൽ ഇല്ലാത്ത സമയപരിധി കോടതിക്ക് നിശ്ചയിക്കാനാകുമോ എന്നതുൾപ്പെടെ 14 ചോദ്യങ്ങൾ രാഷ്ട്രപതി ഉന്നയിച്ചു. ഭരണഘടനയുടെ 143 വകുപ്പ് പ്രകാരമാണ് രാഷ്ട്രപതി സുപ്രീംകോടതിയോട് 14 വിഷയങ്ങളിൽ വ്യക്തത തേടിയത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.